ദുർഗ. അവളുടെ മറുപടി ഒന്നുമില്ലെന്ന് കണ്ട് അവൻ ഒന്നുകൂടെ വിളിച്ചു. ആ, കിടന്നായിരുന്നോ? വിളിച്ചത് ബുദ്ധിമുട്ടായോ? നാമി ചെറുതായി പുഞ്ചിരിച്ചു. ഇല്ല, കിടക്കാനാകുന്നതേയുള്ളൂ. അമ്മയും അമ്മമ്മയുമൊക്കെ അപ്പുറത്തുണ്ട്. ഞാൻ വിളിച്ചത് നമ്മുടെ വിവാഹം ഉറപ്പിച്ചതറിഞ്ഞല്ലോ. ദുർഗയ്ക്ക് എതിർപ്പൊന്നുമില്ലല്ലോ? അല്പം നേരത്തെയായി എന്നൊരു തോന്നലുണ്ടോ? നവമിക്ക് ശരിക്കും അവന്റെ ആ സംസാരം മനസ്സ് നിറയ്ക്കുകയാണ് ചെയ്തത്. തന്റെ അഭിപ്രായം അത് നേരിൽ അറിയണം എന്ന അവന്റെ തീരുമാനത്തോട് ബഹുമാനവും. ഇല്ല, എനിക്ക് എനിക്ക് സമ്മതമാണ്. അല്പം ചമ്മലോടെയാണ് പറഞ്ഞത്. അനിയുടെ അതിരങ്ങൾ ചെറുതായി വിടാർന്നു. കഴിച്ചോ? കുറച്ചു നേരം ഇരുവരും മൗനമായതും അവൾ തന്നെയാണത് ലംഘിച്ചുകൊണ്ട് തുടക്കമിട്ടത്. ആര്? അവൻ അല്പം ഗൗരവത്തിൽ എന്നാൽ ചെറിയൊരു കള്ളത്തരം നിറഞ്ഞ ശബ്ദത്തിൽ തിരക്കി. അത് അനിയേട്ടൻ. അല്പം വിറയിലോടെയുള്ള അവളുടെ സ്വരം. അനിയൊരു ചിരിയുടെ ബെഡിലേക്ക് മലർന്നു കിടന്നു. കഴിച്ചു വന്നതേയുള്ളൂ. പിന്നീട് നവമിക്ക് എന്ത് പറയണമെന്നറിയാതെയായി. അത് മനസ്സിലായതുപോലെ അവൻ ചിരിച്ചു. ദുർഗ. ആ, കിടന്നോ? നാളെ പോകേണ്ടതല്ലേ? ഞാൻ വിളിച്ചോളാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. നവമിയുടെ സ്വരവും പതിഞ്ഞു. സ്മിത, താൻ വെറുതെ വഴക്കിന് നിൽക്കാതെ, സഹി കെട്ടതുപോലെ ലിനീഷ് പറഞ്ഞു. ഞാനുള്ള കാര്യമാണ് ലിനീഷ് പറഞ്ഞത്. കാനഡയിലെ ജോബ് കളയാനാണ് തീരുമാനമെങ്കിൽ നമ്മുടെ വിവാഹം നടക്കില്ല. സ്മിത ദേഷ്യത്തിൽ പറഞ്ഞു. എടോ, കാനഡയിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടെടോ. ഇവിടെ നിന്നാലും അധികം നാൾ ഇവിടെ വർക്ക് ചെയ്യാൻ പറ്റില്ല. ആക്ച്വലി എനിക്ക് ബിസിനസ് ആയിരുന്നു താല്പര്യം. ഇപ്പോ എന്തുകൊണ്ടും അതിന് പറ്റിയ ടൈമാണ് നാട്ടിൽ വന്ന്. സമ്മതിക്കില്ല ലിനീഷ്. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് പോലും താൻ കാനഡയിലാണെന്ന ഒറ്റ കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടം കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം. ജസ്റ്റ് ഒരു എൻഗേജ്മെന്റ് മാത്രമല്ലേ നടന്നിട്ടുള്ളൂ. ലിനീഷ് നന്നായി ആലോചിക്കേ, എന്നിട്ട് മറുപടി പറഞ്ഞാൽ മതി. സ്മിത അത്രയും പറഞ്ഞിട്ട് മറുപടിക്ക് കാത്തു നിൽക്കാതെ കട്ട് ചെയ്തു. അവൾക്ക് നന്നായി ദേഷ്യം വരുന്നുണ്ടായിരുന്നു. കാനഡ എന്ന ഒറ്റ ഇതിൽ നിന്നുകൊണ്ടാണ് തനിക്ക് അനിയെ നഷ്ടമായത്. ഇപ്പോ രണ്ടുമില്ലാത്ത അവസ്ഥയിലാണ്. ഏതെങ്കിലും ഒന്ന് തനിക്ക് കിട്ടിയേ മതിയാകും. അതിൽ അനിക്ക് തന്നെയാണ് മുൻഗണന. അതിനാൽ തന്നെ അടുത്ത ദിവസം തന്നെ അവനെ നേരിൽ കണ്ട് സംസാരിക്കണമെന്ന് അവൾ ഉറപ്പിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വൈകിട്ട് ഷോപ്പിൽ നിൽക്കുമ്പോഴാണ് അനിയെ കാണാനായി സ്മിത അങ്ങോട്ട് വരുന്നത്. താനോ? താനെന്താ ഇവിടെ? ഞാൻ അനിയേട്ടനെ കാണാനായി വന്നതാണ്. എന്നെയോ? അവന്റെ മുഖത്തെ ഗൗരവം അല്പം കൂടി. അതെ. താൻ വാ, അപ്പുറത്തേക്ക് നിൽക്കാം. ഓഫീസ് റൂമിലേക്ക് നടന്നുകൊണ്ട് അവൻ പറഞ്ഞതും അവനിൽ തന്നെ കണ്ണുകൾ ഉറപ്പിച്ചിട്ട് അവളും അകത്തേക്ക് കയറി. താൻ എന്തിനാണ് എന്നെ കാണാൻ വന്നത്? അവൻ അവളുടെ മുഖത്തേക്ക് കുറ്റി നോക്കിക്കൊണ്ട് തിരക്കി. ഞാൻ അത് എനിക്ക് പറയാനുള്ള കാര്യം കേട്ട് കഴിയുമ്പോ എന്നെ ഒരു മോശം പെണ്ണായി കാണരുത്. താൻ കാര്യം പറയൂ. എനിക്ക് എനിക്ക് അനിയേട്ടനെ മറക്കാൻ പറ്റുന്നില്ല. ഞാൻ എപ്പോഴും പ്രണയിച്ചു പോയി. സ്മിത നിറഞ്ഞ കണ്ണുകളോടെ അവനോട് പറഞ്ഞു. അനി പകപ്പോടെ അവളെ നോക്കി. താൻ എന്താ ഈ പറയുന്നത്? അതേ പകപ്പോടെ തന്നെ അവൻ തിരക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. എല്ലാം എന്റെ തെറ്റിദ്ധാരണകളായതും ഏട്ടന്റെ രീതികളുമായി ഒത്തുപോകാൻ പറ്റില്ലെന്ന് ഏതോ ഒരു നിമിഷത്തിൽ കരുതിപ്പോയി. പക്ഷേ ലിനീഷ് വന്നതിൽ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അനിയേട്ടനെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന്. ഓരോ ദിവസം കഴിയുന്തോറും ഏട്ടനിൽ ഞാൻ അത്രമാത്രം അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി എനിക്ക് പറ്റില്ല ഇങ്ങനെ കിടന്ന് നീറാൻ. ലിനീഷിനോട് ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞിട്ടുണ്ട്. അനിയേട്ടൻ എനിക്കൊരു അവസരം കൂടി തരില്ലേ? ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. ഒരു പൊട്ടിക്കരച്ചോടെ സ്മിത പറഞ്ഞു നിർത്തിയതും അനി ചെറിയതും ചാടി എഴുന്നേറ്റു. എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ അവനാകെ വിയർത്തുപോയി. എടോ, താൻ കരയാതെ പറയാ അനിയേട്ടാ, എന്നെ സ്വീകരിക്കില്ലേ? അവൾ പ്രതീക്ഷയോടെ നോക്കി. അനി. സിജുവിന്റെ വിളിക്കെടുത്തും എനിക്ക് ആശ്വാസമായി. എടോ, താനിപ്പോ പോകാൻ നോക്ക്, നമുക്ക് സംസാരിക്കാം. അവന്റെ വാക്കുകൾ കേട്ടും സ്മിതയുടെ കണ്ണുകൾ വിടർന്നു. അവൾ അതുവരെ പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ദേഷ്യപ്പെടുമെന്നായിരുന്നു കരുതിയത്. അപ്പോഴേക്കും സിജു അവർക്കരികിലേക്ക് വന്നിരുന്നു. സ്മിതയെ കണ്ടതും സിജുവിന്റെ പുരുകൻ ചുളുങ്ങി. ആ, സ്മിത ഉണ്ടായിരുന്നോ? ഇന്ന് പോയില്ലേ? ഡ്യൂട്ടി കഴിഞ്ഞു വരുന്ന വഴിയാണ്. എങ്കിൽ ശരി അനിയേട്ടാ, ഞാൻ നാളെ വരാം. അവൾ ചിരിയോടെ പറഞ്ഞപ്പോൾ അനിയെന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. എന്താടാ, അവൾ എന്തിനാ വന്നത്? സ്മിത പോയി കഴിഞ്ഞതും സിജു അവനോട് തിരക്കി. അനി സിജുവിനോടെല്ലാം പറഞ്ഞു. എടാ, ഇത് പുലിവാലാണല്ലോ. അത്ര നിസ്സാരമായി കളയണ്ട. എന്നാലും നീ എന്തിനാ സംസാരിക്കാമെന്ന് പറഞ്ഞത്? നമുക്ക് കുറച്ചു കഴിയുമ്പോ ഒരിടം വരെ പോണം. അനി അത് മാത്രമാണ് പറഞ്ഞത്. എന്നാലും വല്ലാത്തൊരു പെണ്ണ് തന്നെ. നീ പോകാനാകുമ്പോ വിളിക്ക്, ഞാൻ സെൽവന്റെ അടുത്തുണ്ടാകും. സിജു പോയിട്ടും അനി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ഫോൺ റിംഗ് ചെയ്യുന്ന കേട്ടതും അത് ആരാണെന്ന് കൂടെ നോക്കാതെ സൈലന്റ് ആക്കി വെച്ചു. കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും വീണ്ടും റിംഗ് ചെയ്യാൻ തുടങ്ങി. അസ്വസ്ഥതയോടെ അവൻ ഫോണിലേക്ക് നോക്കിയതും അവന്റെ കണ്ണുകൾ വിടർന്നു. ദുർഗ. അവൻ വിശ്വാസം വരാതെ അതിലേക്ക് നോക്കി. പിന്നെ അറ്റൻഡ് ചെയ്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ അവൻ ഇതുവരെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകൾ വിട്ടൊഴിയുന്നത് പോലെ തോന്നി. ഹലോ.
നോമി ശബ്ദം അനി കണ്ണ് കളിച്ച ചേറിലേക്ക് ചാഞ്ഞു. അനിയേട്ടാ. ദുർഗ. വല്ലാത്തൊരു എടുപ്പാണ് അവന്റെ ശബ്ദത്തിന്. നോമിയുടെ ശരീരം ഒന്ന് കോരി തെറിച്ചു. അത് അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അനിയേട്ടൻ വീട്ടിലുണ്ടോ? ആദ്യം ഒന്ന് പതറിയെങ്കിലും അവൾ പറഞ്ഞൊപ്പിച്ചു. ഇല്ല, ഞാൻ ഷോപ്പിലാണ് ദുർഗ. അതെയോ ദുർഗ? ആ, ഞാൻ രാത്രി വിളിക്കാം, ഒരിടം വരെ പോകാനുണ്ട്. അനി പറഞ്ഞപ്പോൾ അവൾ സമ്മതിച്ചുകൊണ്ട് കട്ട് ചെയ്തു. അനി ചെറിയൊരു ചിരിയുടെ കുറച്ചു നിമിഷം കണ്ണുകൾ അടച്ചിരുന്ന ശേഷം ഉറച്ചൊരു തീരുമാനത്തോടെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. ഇവിടേക്ക് വരാനായിരുന്നോ? അതെന്തായാലും നന്നായി, സിജു പറഞ്ഞിട്ട് അനിയുടെ ബൈക്കിൽ നിന്നും ഇറങ്ങി. കോളിംഗ് ബെൽ അമർത്തിയ ശേഷം അവൻ അല്പം പിന്നിലേക്ക് മാറി നിന്നും. ഷോഫയാണ് വാതിൽ തുറന്നത്. മുന്നിൽ അനിയെ കണ്ടതും അവരൊന്ന് പകച്ചു. സുഗുണൻ ചേട്ടനുണ്ടോ? അവൻ ഗൗരവത്തിൽ തിരക്കി. അകത്തുണ്ട്, വരൂ. ഷോഫ പറഞ്ഞതും അനിയും സിജുവും അകത്തേക്ക് കയറി. ചേട്ടാ, ഇവർ ചേട്ടനെ കാണാൻ വന്നതാണ്. ആ, അനിയോ, വാ ഇരിക്ക്. ആരോ വന്നെന്ന് തോന്നി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ സ്മിത അവിടെ അനിയെ കണ്ട് വിറയിലോടെ നിന്നു. ഞാൻ സ്മിതയെ പറ്റി സംസാരിക്കാനാണ് വന്നത്. അവൻ പറഞ്ഞതും ഷോഫയും സുഗതനും അവനെ സംശയത്തോടെ നോക്കിയെങ്കിൽ സ്മിതയിൽ പേടി നിറഞ്ഞു. സ്മിതയുടെ എന്ത് കാര്യം? സ്മിത ഇന്നെന്നെ കാണാൻ വന്നിരുന്നു, എന്നെ സ്നേഹിക്കുന്നെന്നും പറഞ്ഞുകൊണ്ട്. സ്മിത, നിങ്ങൾ ഉറപ്പിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുകയാണെന്നും പറഞ്ഞു. അത് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്റെ കാര്യം ഞാൻ പറയാം. എന്റെ വിവാഹം ഉറപ്പിച്ചു. നവമി ദുർഗ എന്നാണ് എന്റെ പെണ്ണിന്റെ പേര്. എന്റെ മനസ്സിൽ എന്റെ ഭാര്യയെ അവൾ മാറിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കണം. സ്മിത എന്ന വ്യക്തി എന്റെ ജീവിതത്തിൽ ഒരു കരടായി വരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ പെണ്ണ് ദുർഗയാണ്, അവൾ മാത്രമേ എന്റെ മനസ്സിലുള്ളൂ. ഇയാളോട് പറഞ്ഞാൽ അത് എത്രമാത്രം ഉൾക്കൊള്ളുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ മകളെ പറഞ്ഞ് മനസ്സിലാക്കണം. അനി പറഞ്ഞതും ഷോഫയും സുഗുണനും മുഖത്ത് അടിയേറ്റതുപോലെ ഇരുന്നു പോയി. സിജു ചിരിയോടെ അനിയെ നോക്കി. ഈ വിഷയം അവൻ കൈകാര്യം ചെയ്ത രീതി സിജുവിന് നന്നായി ബോധിച്ചു. സ്മിത അനിയെ നിറകണ്ണുകളോടെ നോക്കി. അനി, അവൾ അങ്ങനെ ചെയ്യില്ല. അവൾക്ക് ലിനേഷിനെ ഇഷ്ടമാണ്, അവളുടെ ഇഷ്ടത്തോടെ തന്നെയാണ്. അല്ല അച്ഛാ, അനിയേട്ടൻ പറഞ്ഞത് സത്യമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടേട്ടനെ. ലിനേഷിനെ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല. സ്മിത പറഞ്ഞതും അവർ വിളറിയ മുഖത്തോടെ അനിയെ നോക്കി. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത് മാന്യമായി തന്നെ. പിന്നെ നിങ്ങളുടെ മകൾക്ക് ഞാനായി ഒരു മോഹവും നൽകിയിട്ടില്ല. ഇനി ഇങ്ങനെ ഒരു ആവശ്യമായി സ്മിത എന്റെ അരികിൽ വരരുത്. അവസാനത്തെ വാക്കിൽ അല്പം താക്കീത് നിറഞ്ഞിരുന്നു. പോകാം സിഞ്ചേട്ടാ, അവൻ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. സിജുവും അവരെന്ന് നോക്കി അവന്റെ പിന്നാലെ ഇറങ്ങി. സ്മിത അവൻ പോകുന്നത് നോക്കി തറഞ്ഞു നിന്നു. എടി, നീ എന്താടി ചെയ്തത്? അവളുടെ അലറിക്കൊണ്ട് ഷോഫ അവളുടെ മുഖത്തേക്ക് കൈ നീട്ടി അടിച്ചു. സ്മിത ഞെട്ടലോടെ അവളെ നോക്കി. എന്തിനാടി ഞങ്ങളെ നീ ഞാൻ നാണം കെടുത്തിയത്? നിന്നോട് ചോദിച്ചു നിന്റെ പൂർണ്ണ സമ്മതത്തോടെ നടത്തിയ നിശ്ചയമല്ലേ? പിന്നെ എന്തിനാടി ഇങ്ങനെ ഒരു നാണക്കേടുണ്ടാക്കി തന്നത്? ഷോഫ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സ്മിത ഒന്നും മിണ്ടാതെ മുഖം താഴ്ത്തി കരയുക മാത്രമാണ് ചെയ്തത്. ഷോഫ വിളിച്ചതനുസരിച്ച് വന്നതാണ് നീതു. എന്താ വല്യമേ, എന്താ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? സ്മിതയ്ക്ക് അനിയോട് ഇപ്പോഴും താല്പര്യമുള്ള കാര്യം നിനക്കറിയാമായിരുന്നോ? യാതൊരു മുഖവരെയും കൂടാതെയുള്ള ഷോഫയുടെ ചോദ്യത്തിൽ നീതു പതറി. അതെന്താ വല്യമേ അങ്ങനെ ചോദിച്ചത്? നീ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി താ. നീതു സുഗുണനെ ഒന്ന് നോക്കി. അയാൾ നിർവികാരതയോടെ ഇരിക്കുകയാണ്. ഷോഫയുടെ മുഖം കണ്ടാൽ അറിയാം അവർ ദേഷ്യം നിയന്ത്രിച്ചു നിൽക്കുകയാണെന്ന്. അതിനാൽ തന്നെ അവൾ കള്ളമൊന്നും പറയാൻ നിൽക്കാതെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. നിനക്ക് ഞങ്ങളോടൊന്ന് പറയാമായിരുന്നില്ലേ നീതു? എന്തു പറ്റി വല്യമ്മ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഷോഫ നിറ കണ്ണുകളോടെ അന്ന് ഇവിടെ വന്നതും അവൻ പറഞ്ഞതുമായ കാര്യങ്ങളെല്ലാം നീതുവിനോട് പറഞ്ഞു. ഇവളത് എന്ത് ഭാവിച്ച വല്യമ്മേ? എനിക്കറിയില്ല. ഷോഫ തന്റെ കണ്ണുകൾ ഒപ്പി. വലിച്ച വിഷമിക്കലേ, ഞാൻ സംസാരിക്കാം, വെറുതെ ആദ്യ കയറ്റാൻ നിൽക്കണ്ട. നീതു സുഗുണനോടായി പറഞ്ഞ ശേഷം സ്മിത റൂമിലേക്ക് നടന്നു. സ്മിതേ. കാൽമുട്ടിൽ മുഖം ചേർത്ത് കരഞ്ഞു വീങ്ങിയ മുഖത്തോടെ ഇരിക്കുന്നവളെ നീതു അല്പം കടുപ്പിച്ചു തന്നെ വിളിച്ചു. നീതു, നീ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. അനിയേട്ടൻ എന്നെ വേണ്ടെന്ന് പറഞ്ഞു, മറ്റൊരു പെണ്ണിന്റെ മാത്രമാണെന്നും പറഞ്ഞു. ഇറയിലോടെ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മതിയാക്കിക്കോ സ്മിതേ, നിന്റെ ഈ ഭ്രാത്. അയാളുടെ വിവാഹം ഉടനെ ഉണ്ടാകും. നിന്നെ അയാൾ ഒരിക്കലും സ്വീകരിക്കില്ലെന്ന് ഒന്ന് മനസ്സിലാക്ക്. നിന്റെ അച്ഛനും അമ്മയും ഇവിടെ തകർന്നിരിക്കുന്നുണ്ട്. നീ കാണാം അവർക്ക് അയാളുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു. ദൈവത്തെ ഓർത്ത് ഇനിയും അവരെ വേദനിപ്പിക്കാൻ നിൽക്കരുത്. നീതു ദേഷ്യത്തിൽ പറഞ്ഞിട്ട് പോകുമ്പോഴും സ്മിത തല കുനിച്ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ദിവസങ്ങൾ ഓടി മറിഞ്ഞു. കല്യാണത്തിന് ഇനി 1 മാസം കൂടിയുള്ളൂ. രാത്രി അനിയുടെ വീട്ടിൽ അത്താഴം കഴിക്കാൻ ഇരിക്കുകയാണ് എല്ലാവരും. മോനെ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ ഈ ഞായറാഴ്ച പോയാലോ? 2 ആഴ്ച മുന്നേ എങ്കിലും കൊടുത്താലേ നന്നായി സ്റ്റിച്ച് ചെയ്ത് കിട്ടും. പപ്പി അനിയോടായി പറഞ്ഞു. നോക്കാമേ, നമുക്ക് എറണാകുളത്തെ സിൽക്സിൽ പോകാം, അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട്. സൗമ്യ ഉത്സാഹത്തോടെ പറഞ്ഞു. നവമിമോളും കൂടെ വന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. പപ്പി നിരാശ ഭാവത്തിൽ പറഞ്ഞു. അതെങ്ങനെ? നല്ല ദൂരയില്ലേ? അതുമല്ല, വരണമെങ്കിൽ തന്നെ നവമിയെ കൊണ്ടുവരാൻ അവിടെ ആണുങ്ങൾ ആരും ഇല്ലല്ലോ.
ലക്ഷ്മി അത്ര താല്പര്യമില്ലാതെ പറഞ്ഞു. ഏട്ടാ, ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ട് നടത്താനില്ലേ? ഏട്ടത്തിയോട് പിറ്റേ ദിവസം ലീവ് ആക്കാൻ പറ്റുമോ എന്ന് തിരക്ക്. അതെന്തിനാ? വിഷ്ണു പറഞ്ഞതിന് സൗമ്യ ഒരു സംശയത്തോടെ തിരക്കി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, നമുക്ക് ഇവിടുന്ന് 2 കാറിലായി പോവുകയാണെങ്കിൽ ഡ്രസ്സ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് ഏട്ടത്തിയുമായി അങ്ങോട്ടും ചെന്ന് പിറ്റേ ദിവസം ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് തിരികെ പോന്നാ പോരെ? അതെങ്ങനെ ശരിയാകും? അപ്പോ ഏട്ടൻ എവിടെ താമസിക്കും? ലക്ഷ്മിയുടെയാണ് ചോദ്യം. അതിനെന്താ, ഒരു ദിവസത്തേക്ക് ഒരു റൂം എടുത്താ പോരെ? അത് നല്ലതാ മോനെ, അങ്ങനെ ചെയ്യ്, രാജൻ പറഞ്ഞു. ഞാൻ ദുർഗയോടൊന്ന് തിരക്കട്ടെ അച്ഛാ. എന്തായാലും പുടവ എടുക്കാൻ മോള് കൂടെ ഉണ്ടെങ്കിൽ അതാ നല്ലത്. ഞാനും പറയാം. പപ്പിയും തന്റെ അഭിപ്രായം പറഞ്ഞു. ലക്ഷ്മി സൗമ്യയും മാത്രം ഇതൊന്നും പിടിക്കാതിരുന്നു. ദുർഗ, എന്താ നിന്റെ അഭിപ്രായം? അനിയും ദുർഗയും ദിവസവും രാത്രി സംസാരിക്കുന്നത് പതിവായിട്ടുണ്ട്. അതിനാൽ തന്നെ അവരുടെ അടുപ്പം അല്പം കൂടിയിട്ടുണ്ട്. ഞാൻ ഞാൻ വരണോ? അവൾ പതിഞ്ഞ സ്വരത്തിൽ തിരക്കി. വരണമെന്ന് പറഞ്ഞ ശബ്ദത്തിൽ ഗൗരവമാണെങ്കിൽ പോലും നവമിക്ക് ചിരി വന്നു. ഞാൻ വരാം. വെളുപ്പിന് 6:30 ടൗണിൽ നിന്നും അങ്ങോട്ട് ബസ്സുണ്ട്. ഒരു 10 മണിക്ക് കഴിയുമ്പോൾ അവിടെ എത്തും. അവൾ ഒരു ചിരിയോടെ പറഞ്ഞു. ടൗണിലേക്ക് എങ്ങനെ പോകും? ഓട്ടോ പറയാം. അത് വേണ്ട, ഞാൻ സന്തോഷേട്ടനോട് പറയാം ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുവിടാൻ. അനി പറഞ്ഞപ്പോൾ നവമി പിന്നൊന്നും മിണ്ടിയില്ല. അമ്മയോട് ഞാൻ നാളെ വിളിച്ചു പറയാം. സ്കൂളിൽ ഉള്ളവരൊക്കെ വിവാഹം ക്ഷണിച്ചോ? ഇല്ല, നാളെ ക്ഷണിക്കണം. അവിടെയോ ക്ഷണിച്ചു തീരാറായോ? ആ, ഏകദേശം. അവളുടെ സംസാരം നീണ്ടുപോയി. ഇടയിൽ അവളുടെ സംസാരം നിലച്ചു ചെറിയ മോളിൽ മാത്രമായി തുടങ്ങി. ദുർഗ, പെണേ, നിനക്ക് ഉറക്കം വരുന്നുണ്ട്, ഞാൻ നാളെ വിളിക്കാം. അനിയേട്ടാ. അവൾ ഉറക്കപ്പിച്ചിൽ എന്ന പോലെ വിളിച്ചു. അനിയൊന്ന് ചിരിച്ചു. എന്റെ പെണ്ണ് ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്, സ്നേഹാർദ്രമായി അവൻ പറഞ്ഞു. അനിയിൽ പുതുഭാവങ്ങൾ തീർക്കുകയാണ് അവൾ. അവന്റെ മാത്രം ദുർഗ. നാളെയാണ് ഡ്രസ്സ് എടുക്കാൻ പോകാനിരിക്കുന്ന ദിവസം. സൗമ്യയുടെ അമ്മയും നാത്തൂനും വന്നിട്ടുണ്ട് വീട്ടിൽ. അച്ഛന് വിഷ്ണുവിനോട് താല്പര്യക്കുറവില്ലെങ്കിലും വീട്ടിലേക്ക് വരാറില്ല. പക്ഷെ വിഷ്ണു ഇടയ്ക്ക് സൗമ്യയുടെ ഒപ്പം അങ്ങോട്ട് പോവുകയും അവിടെ 2 ദിവസം നിൽക്കുകയും ചെയ്യും. അത് അയാൾക്ക് താല്പര്യവുമാണ്. സൗമ്യയുടെ ചേട്ടൻ സനീഷ് പുറത്താണ്. അയാളുടെ ഭാര്യ ആര്യ. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് മാസങ്ങളെ ആയിട്ടുള്ളൂ. കല്യാണത്തിരക്കായില്ലേ രാജൻ ചേട്ടാ? പപ്പി കൊണ്ടുവന്ന് വെച്ച് ചായ കുടിക്കുന്ന കൂടുതൽ സൗമ്യയുടെ അമ്മ ഉഷ ചീറ്റോടത്തിരിക്കി. അനിയും വിഷ്ണുവും വിവാഹം ക്ഷണിക്കുന്നതിനായി പോയിരിക്കുകയാണ്. ലക്ഷ്മി ഭർത്താവായ സുമേഷ് ലാലിന്റെ വീട്ടിലേക്ക് പോയി. സുമേഷിന്റെ അമ്മ വീണിട്ട് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് സുമേഷ് വിളിച്ചു നശിച്ചു പോയതാണ്. ആ, ഇനി അധികം ദിവസം ഇല്ലല്ലോ ഉഷേ, നിങ്ങൾ ചായ കുടിക്ക്, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങട്ടെ. പറമ്പിലെ പണിക്ക് ആള് നിർത്തിയിട്ടുണ്ട്. രാജൻ തന്റെ വാക്കുകൾ പിടിച്ച് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഇപ്പൊ അത്യാവശ്യം നടക്കാവുന്ന രീതിയിലായല്ലേ? ഉഷയുടെ ചോദ്യത്തിൽ പപ്പിയുടെ മുഖം ഇരുണ്ടു. അവർ എന്തോ പറയാൻ വന്നപ്പോൾ രാജൻ കണ്ണുകൾ കൊണ്ട് അത് വിലക്കി. അമ്മേ, ആര്യവാ, നമുക്ക് റൂമിൽ പോയിരുന്നു സംസാരിക്കാം. പപ്പിക്ക് ദേഷ്യം വന്ന് കണ്ടതും സൗമ്യ വേഗം അവരെയും വിളിച്ചുകൊണ്ട് മുകളിലേക്ക് നടന്നു. മൊത്തത്തിലൊന്ന് മോടി പിടിപ്പിച്ച മട്ടുണ്ടല്ലോ. വീട് മുഴുവനും കണ്ണോടിച്ചുകൊണ്ട് ഉഷ തിരക്കി. മൂത്ത മകന്റെ വിവാഹത്തിനൊന്നിനും ഒരു കുറവ് വരുത്തിയിരുന്ന തന്തയുടെയും തള്ളയുടെയും ഓർഡർ. പിന്നെ പൈസ എല്ലാം മുടക്കുന്നത് അനിയേട്ടൻ തന്നെയാണ്. ആ, അത് ഞാൻ പറയുന്നിരിക്കുമായിരുന്നു. വിഷ്ണുവിൽ ഒരു കണ്ണുണ്ടാകണം. അനാവശ്യമായി കാശ് ചിലവാക്കാൻ നീ സമ്മതിക്കരുത്. അതൊക്കെ എനിക്കറിയാമേ. നീ എന്താ ആര്യൊന്നും മിണ്ടാത്തത്? ഏയ്, ഞാൻ ഈ വീടൊക്കെ നോക്കിയതാ. അന്ന് വന്നപ്പോ മര്യാദയ്ക്ക് കണ്ടില്ല. സൂപ്പറാണ്. ഇത് നിങ്ങൾക്കുള്ളതാണല്ലോ. ഇളയ മകനല്ലേ വീടിന്റെ അവകാശം വരിക. സൗമ്യച്ചിയുടെ ഭാഗ്യം. ആര്യ പറഞ്ഞപ്പോൾ സൗമ്യ ചിരിച്ചു. പിന്നെ എന്ത് കിട്ടുമെന്ന് വലതും അറിഞ്ഞോ? ഇല്ല, പക്ഷേ വിഷ്ണു പറഞ്ഞത് ഇങ്ങേര് തന്നെ ഒന്നും തരണ്ടെന്ന് അവരോട് പറഞ്ഞത്. അമ്മയും അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. അന്ന് പെണ്ണിന്റെ ബന്ധുക്കൾ കുറച്ചു പേര് വന്നില്ലേ? അന്ന് അവരുടെ അയൽപക്കത്തുള്ള ചേച്ചി ഞങ്ങളോട് എന്തോ പറയാൻ വന്നതാ. പക്ഷേ അവരുടെ അമ്മായിമ്മ അതിന് സമ്മതിച്ചില്ല. എന്തോ പ്രശ്നമുണ്ട്. അത് ഇവിടുത്തെ അമ്മയ്ക്കും അറിയാം. ഞങ്ങളോട് മനഃപൂർവ്വം പറയാത്തതാ. പുതിയ മരുമകളോട് എന്താ സ്നേഹം എന്നറിയോ? ഡെയിലി വിളിച്ച് സംസാരിക്കുന്നത് കാണാം. ദേ സൗമ്യേ, ആരൊക്കെ വന്നാലും നിന്റെ സ്ഥലം നീ കളയാതെ നോക്കിക്കോണം, ഉഷ മോളോട് ഗൗരവത്തിൽ പറഞ്ഞു. പിന്നെ ടീച്ചറാണല്ലേ? ടെമ്പററി പോസ്റ്റ് ആണ് ആര്യെ. ഈ മാസം കൂടി പോയാൽ മതിയെന്ന് പറയുന്നത് കേട്ടു. ആണോ? ഇനിയിപ്പോ ഇവിടെ ഏതെങ്കിലും സ്കൂളിൽ കയറിയാൽ മതിയല്ലോ. ഇവിടെ ആർക്കും ജോലിക്ക് പോകുന്നതിന് താല്പര്യക്കുറവുള്ള കൂട്ടത്തിലുള്ളവരല്ലല്ലോ. ആര്യ, അത് ഉഷയ്ക്കിട്ടൊന്ന് കൊട്ടിയതാണ്. അവർക്ക് ആരും ജോലിക്ക് പോകുന്നതിനോട് താല്പര്യമില്ല. നാളെയല്ലേ നിങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്? ആ അമ്മേ, മിക്കവാറും ലക്ഷ്മി ഉണ്ടാകില്ല. നാളെ കാണാം. എന്റെ ഭാവി ഏട്ടത്തമ്മേ. പിന്നെ അമ്മയ്ക്കുള്ള സാരി ഞാൻ എടുത്തു തന്നോളാം. സൗമ്യ പറഞ്ഞതും ഉഷയ്ക്കും സന്തോഷമായി. രാവിലെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും അനിയും കുട്ടനും എറണാകുളത്ത് എത്തിച്ചേർന്നു. ഒരു കാറിൽ പപ്പിയും വിഷ്ണുവും സൗമ്യയും ലക്ഷ്മിയും, മറ്റൊന്നിൽ അനിയും സിജുവും. ലക്ഷ്മി ഇന്നലെ രാത്രി തന്നെ സുമേഷിന്റെ വീട്ടിൽ നിന്ന് തിരികെ വന്നു. കുറച്ച് മാറിയൊരു ഹോട്ടൽ മുന്നിലായി കാർ നിർത്തി അനി വിഷ്ണുവിന്റെ അരികിലേക്ക് ചെന്നു. വിഷ്ണു, നിങ്ങൾ ഫുഡ് കഴിച്ച് നേരെ ഷോപ്പിലേക്ക് വിട്ടോ. ഞങ്ങൾ ദുർഗയും കൊണ്ട് അങ്ങോട്ട് വന്നോളാം. മോൾ എത്താറായോ അനി? ആ, ഒരു 10 മിനിറ്റിലെത്തും. പപ്പി ചോദിച്ചിന് മറുപടി നൽകിയ ശേഷം അവൻ തിരികെ കാറിനരികിലേക്ക് നടന്നു.
നമുക്ക് വേറെ ഹോട്ടലിൽ കയറിയാലോ? സൗമ്യയുടെ ചോദ്യത്തിൽ ലക്ഷ്മി അവളെ നോക്കി. അനി പോയതുകൊണ്ട് ഫുഡിന്റെ പൈസ വിഷ്ണു കൊടുക്കേണ്ടി വരും. അതിന്റെ ഒരു ബുദ്ധിമുട്ട് സൗമ്യക്കുണ്ട്. എന്തിന്? കണ്ടിട്ട് അത്യാവശ്യം നല്ല ഹോട്ടലാണ്, നമുക്ക് ഇവിടുന്ന് കഴിക്കാം വിഷ്ണുകുട്ടാ. എങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം. പപ്പി പറഞ്ഞതിന് മറുപടിയായി വിഷ്ണു പറഞ്ഞതും സൗമ്യ ഇരുണ്ട മുഖത്തോടെ പുറത്തേക്കിറങ്ങി ഡോർ വലിച്ചടച്ചു. ബസ്സിൽ നിന്നിറങ്ങി തന്റെ അരികിലേക്ക് വരുന്നവളെ അനി കണ്ണിമ ചിമാതെ നോക്കി. ഇളം റോസ് നിറത്തിലെ ചുരിദാറാണ് വേഷം. തന്റെ നെഞ്ചപ്പമേയുള്ളൂ പെണ്ണ്. തന്റെ നോട്ടത്തിൽ ചെറുതായി ചുവന്നു വരുന്ന അവളുടെ മുഖത്തേക്ക് അനി കൗതുകത്തോടെ നോക്കി. ഒരു കുഞ്ഞു കറുത്ത പൊട്ട് മാത്രമാണ് അവളുടെ മുഖത്തിന് അലങ്കാരമായുള്ളത്. ഇരുന്ന് മുഷിഞ്ഞോ? അരികിലേക്ക് വന്നവളെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ തിരക്കി. ഇല്ല, പതിഞ്ഞ സ്വരത്തിൽ നവമി പറഞ്ഞു. എന്തേ? തന്റെ മുഖത്തൊന്നും കണ്ണെടുക്കാതെ നോക്കുന്നവളോട് അവൻ ആർദ്രമായി തിരക്കി. നാമി ചമ്മലോടെ മൂളി. എനിക്ക് അവളുടെ സ്നേഹത്തിനപ്പുറം എന്തൊക്കെയോ തോന്നി. ആദ്യമായി അവളുടെ തൊടുത്ത കവളിൽ ചുംബിക്കാൻ അവന് അത്രമാത്രം കൊതിച്ചും പോയി.